നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 726 726. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 726. ഇപ്പോൾ ഭഗവാന്റെ ഉപാസനാകാന്ഡം എന്നുള്ളതിൽ 1-ാം സർഗം മഹർഷി ശാപം ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ശ്ലോകം 27 പറഞ്ഞു നിർത്തിയത്. ഇവ കൊണ്ടിനിമേലാർക്കും എളുപ്പം ഭവസാഗരം കടക്കാം എന്നു കണ്ട ഈശൻ പൂകിനാൻ നിജമാം പദം. അതായത് ഈ ഭാഗവതത്തിൻ്റെ മാധ്യമത്തിൽ കൂടെ എല്ലാവർക്കും ധർമാർത്ഥ കാമ മോക്ഷം പ്രാപിക്കാം എന്ന് മനസ്സിലാക്കിയും കൊണ്ട് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹം സ്വധാമത്തിലേക്ക് പോയി, വൈകുണ്ഠത്തിലേക്ക് പോയി എന്ന് പറഞ്ഞു നിർത്തി. ഇനി 28-ാമത്തെ ശ്ലോകം പറഞ്ഞു. ശ്രീ പരീക്ഷിത്തു ചോദിച്ചാൻ തൊഴുതും കൊണ്ടുമെല്ലവേ കൃഷ്ണപാദാശ്രിതന്മാരിൽ വിപ്രശാപം ഇതെങ്ങിനെ. ഒരു ഗൗരവമായിട്ടുള്ളൊരു ചോദ്യമാണ്. ശ്രീ പരീക്ഷിത്തു ചോദിച്ചു ആരുടെ അടുത്ത്? ശുഖബ്രഹ്മർഷിയുടെ അടുത്ത്. തൊഴുതും കൊണ്ടുമെല്ലവേ കൃഷ്ണപാദാശ്രിതന്മാരിൽ വിപ്രശാപം ഇതെങ്ങിനെ. അതായത് ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഭക്തജനങ്ങൾക്ക് ബ്രാഹ്മണ ശാപം എങ്ങനെ ഉണ്ടാവും അതറിയാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അടുത്ത ശ്ലോകം പറഞ്ഞു 29. ബ്രഹ്മവംശത്തെ മാനിച്ചും ഏവർക്കും വേണ്ടതേകിയും വന്ദനീയരെ വന്നിച്ചും വാഴുപോരല്ലീ വൃഷ്ണികൾ. ഈ വൃഷ്ണി വംശജന്മാർ പൊതുവെ ബ്രഹ്മവംശത്തെ മാനിച്ചും, അതായത് ബ്രാഹ്മണന്മാരെ ബഹുമാനിച്ചുകൊണ്ട് അവർക്ക് വേണ്ടത് ദാനധർമാദികൾ ചെയ്തിട്ട് അവരെ സദാസമയം വന്ദിച്ചുകൊണ്ട്, വന്ദനീയരെ വന്ദനീയരെ വന്ദിക്കണം, മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ ബ്രാഹ്മണന്മാരെന്നെ ചണ്ടാളത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരെ വന്ദിക്കേണ്ടെന്ന് അർത്ഥം ഇവിടെ. അതുകൊണ്ടാണ് വന്ദനീയരെ വന്നിച്ചും വാഴുപോരല്ലീ വൃഷ്ണികൾ. 30-ാമത്തെ ശ്ലോകം. മുനീന്ദ്രൻ അരുളി ചെയ്താൻ ഇതെല്ലാം ഈശ്വരേച്ഛയാം. അതായത് ഈ ഭൂമണ്ഡലത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ അതെല്ലാം ഈശ്വരൻ്റെ ഇച്ഛകളാണ്. അത് നമ്മൾക്ക് ധർമ്മമാണോ അധർമ്മമാണോ, നമ്മൾക്ക് ഫേവറാണോ എഗെയിൻസ്റ്റ് ആണോ, അതൊന്നും ഒരു പ്രശ്നമല്ല. ഭഗവാൻ എന്ത് കൽപ്പിച്ചിട്ടുണ്ട് അതേ നടക്കൂ, ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ മുനീന്ദ്രർ അരുളി ചെയ്താൻ ഇതെല്ലാം ഈശ്വരേശയാം. സർവസൗഭാഗ്യവും മന്നിൽ പ്രകാശിപ്പിച്ചു മിന്നിയോൻ. അതായത് ഭഗവാൻ എല്ലാവിധത്തിലുള്ള മംഗളകരമായ കാര്യങ്ങൾ ലോകർക്ക് പ്രദാനം ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. ഭാവി ലോകത്തിനെന്നേക്കും സന്മാർഗം തെളിയിച്ചവൻ. ഭാവി ലോകത്തിന് എന്നേക്കും, ഫോർ ആൾവേസ്, എല്ലാ കാലത്തിലേക്കും ഭാവ്യലോകത്തിനെന്നേക്കും സന്മാർഗം തെളിയിച്ചവൻ സമ്പൂർണകാമൻ ഈ വണ്ണം കുശസ്ഥലിയിൽ വാഴുകവേ. കുശസ്ഥലി എന്നുള്ള സ്ഥലത്ത് വാഴ്ന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭൂഭാരമാകെ നീങ്ങിയില്ലെന്നോർത്തുതാൻ ചെയ്തത് ഈ വിധം. ഭൂമണ്ഡലത്തിലുള്ള ഭൂഭാരം കുറച്ചുകൂടി കമ്മിയാവാണ്ട്. അത് ആലോചിച്ച് നോക്കുമ്പോൾ വൃഷ്ണികളാണ് ഇനി ബാക്കിയുള്ളവർ. അവരെ മറ്റുള്ളവരാൽ വധിക്കപ്പെടാൻ പറ്റില്ല, അവരത്രയും കേമന്മാരാണ്. അതുകൊണ്ട് ഇനി ഞാൻ പോകുന്നതിൻ്റെ മുമ്പേ, അവതാര ലീലകൾ കഴിഞ്ഞ് സ്വധാമപ്രാപ്തി പോകുന്നതിന് മുമ്പേ ഇവരേനെ കൂടി ഭൂമണ്ഡലത്തിൽ നിന്ന് തുടച്ച് നീക്കണം. അതിനാണ് ഒരു ലീല ഭഗവാൻ ബ്രാഹ്മണരെ കൊണ്ട് വൃഷ്ണികളെ ശപിപ്പിച്ചു. അങ്ങനെ ഉണ്ടായത്.
ഭാവി ലോകത്തിനെന്നേക്കും സന്മാർഗം തെളിയിച്ചവൻ സമ്പൂർണകാമൻ ഈ വണ്ണം കുശസ്ഥലിയിൽ വാഴ്കവേ ഭൂഭാരമാകെ നീങ്ങിയില്ലെന്നോർത്തു താൻ ചെയ്തതീ വിധം ഒരു നാൾ അഖിലോദാരചരിതൻ കമലേക്ഷണൻ. അതായത് ഭൂഭാരം ആകെ നീങ്ങിയില്ല എന്നോർത്ത് ചെയ്തതാണിത്. എന്നിട്ടോ ഒരു നാൾ അഖിലോദാരൻ ചരിതൻ, അഖിലോ ഉദാരചരിതൻ, അഖില ഉദാരചരിതൻ കമലേക്ഷണൻ താമരക്കണ്ണൻ കാലാത്മാവായ ഭഗവാനുള്ളിൽ പ്രേരണ നൽകവേ ഭഗവാൻ പ്രേരിപ്പിച്ചു ആരെ? സപ്തർഷികളെ. പിണ്ടാരകാഖ്യമാം തീർത്ഥസ്ഥലത്തെത്തി മഹർഷികൾ. അതായത് പിണ്ടാരം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി. ആരൊക്കെയാ അതിലുണ്ടായിരുന്നത്? വിശ്വാമിത്രൻ, വാമദേവൻ, വസിഷ്ഠൻ, ഭൃഗു, കശ്യപൻ, ദുർവാസസ്, ഈ വിധം പാരിൽ പുകളേറും തപസ്വികൾ. വളരെ കേമന്മാരേനെ തിരഞ്ഞെടുത്തത്. എന്നിട്ടോ അവിടം വിഹരിച്ചിടും യദുനന്ദനൻ വന്നുടൻ. അതായത് അവിടെ എത്തി. നടരെ പോലെ വിനയം നടിച്ചുകൊണ്ടുമല്ലവേ. അതായത് നടരെ പോലെ, നടന്മാരെ പോലെ ഒന്നും അറിയാത്ത ഭാവത്തിൽ അവിടം വിഹരിച്ചിടും യദുനന്ദനർ. അതായത് ഈ ഭഗവാന്റെ കുട്ടികൾ വന്നുടൻ നടരെ പോലെ വിനയം നടിച്ചും കൊണ്ടുമല്ലവേ നമസ്കരിച്ചു ചോദിച്ചാർ അന്നോളം പുണ്യശാലികൾ. വിനാശകാലം വന്നീലാർക്കും തള്ളും അഹങ്കൃതി. വിനാശകാലം വന്നീടിൽ ആർക്കും തള്ളും അഹങ്കൃതി. അഹങ്കാരം എപ്പോഴാണ് ഉണ്ടാവുക? വിനാശകാലേ വിപരീത ബുദ്ധി. പറയുമ്പോൾ ഭഗവാന്റെ മക്കളാണ്, എന്നാലും അവർക്ക് സന്മനസ്സുള്ളവർക്ക് സമാധാനം ഇല്ലേ? പക്ഷേ അവർക്ക് സമാധാനക്കേട് ഉണ്ടാവാനാണ് യോഗം. ഭഗവാന്റെ ഇച്ഛ അങ്ങനെ. അപ്പോൾ അവർക്ക് ചില കുരുട്ടുബുദ്ധി തോന്നി. അതാണ് പറയാൻ പോണത്. സ്ത്രീവേഷം സാമ്പനെ കൊണ്ടു കെട്ടിച്ചാറവർ ആ മഹാൻ തന്നെത്താൻ ചന്തവും നോക്കി മാമരച്ചോട്ടിൽ നിൽക്കവേ. അവിടെ കൂടിയിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ മക്കൾ ചിലവർ ഈ സാമ്പൻ എന്ന് പറയുന്ന ആളേനെ ഒരു പെൺവേഷം കെട്ടിച്ചു. സ്ത്രീവേഷം സാമ്പനെ കൊണ്ട് കെട്ടിച്ചാറവർ ആ മഹാൻ തന്നെത്താൻ ചന്തവും നോക്കി മാമരച്ചോട്ടിൽ നിൽക്കവേ. ത്രികാലജ്ഞാനമുള്ളോരാം നിങ്ങളോടൊരു ഗർഭിണി ആൺകുഞ്ഞിനെ കൊതിക്കുന്നോരാൾ മരച്ചോട്ടിൽ നിൽക്കയാം. ചിലർ വന്നിട്ട് ഇവരോട് പറയാ, നിങ്ങൾ ത്രികാലജ്ഞാനിയാണല്ലോ, ആ മരച്ചോട്ടിൽ ഒരു ഗർഭിണി നിന്ന് പരവശപ്പെടണു, ആൺകുട്ടിയാണ് ഉണ്ടാവുക പെൺകുട്ടിയാണ് ഉണ്ടാവുക എന്നറിയില്ല, ഒന്ന് ഉപദേശിച്ചാൽ തർക്കടില്ല. അത് പറയണത് ഈ ഋഷീശ്വരന്മാരോട്. ത്രികാലജ്ഞാനമുള്ളോരാം നിങ്ങളോടൊരു ഗർഭിണി ആൺകുഞ്ഞിനെ കൊതിക്കുന്നോർ ആ മരച്ചോട്ടിൽ നിൽക്കയാം. നേരിട്ട് വന്നു ചോദിപ്പാൻ നാണിപ്പൂ നളിനാക്ഷിയാൾ. നിങ്ങൾ കേമന്മാരാണല്ലോ, നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കാൻ അവൾക്ക് കുറച്ച് ലജ്ജയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആ കൃത്യം നടത്തണമെന്ന് മാത്രം. ദയവ് ചെയ്ത് ഒന്ന് പറഞ്ഞു തന്നാൽ തർക്കടില്ല. ഒന്ന് പറഞ്ഞു തന്നാൽ തർക്കടില്ല എന്ന് പറയണം. അപ്പോൾ പറഞ്ഞു, നേരിട്ട് വന്നു ചോദിപ്പാൻ നാണിപ്പൂ നളിനാക്ഷിയാൾ പ്രസവിക്കും അതെന്താണെന്നരുളി ചെയ്ത് കേൾക്കുവാൻ. അവൾ പ്രസവിച്ചുണ്ടാവുന്നത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഒന്ന് പറഞ്ഞാൽ തർക്കടില്ല. മുനീന്ദ്രരൊന്നും മിണ്ടിയില്ല. അവർ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഈ അവരുടെ ഇൻക്വിസിറ്റീവ്നെസ് അല്ലെങ്കിൽ ആങ്സൈറ്റി ഒന്ന് കൂട്ടാൻ വേണ്ടി കുറച്ചൊന്നും മിണ്ടാണ്ട് നിന്നു. ഇതൊരു വലിയ വലിയ ആൾക്കാർക്ക് ചെയ്യുന്ന ഒരു പണിയാണ്. ചോദിച്ചതിന് പെട്ടെന്ന് സമാനം പറയില്ല, ആലോചിച്ചിട്ടൊക്കെ ഉത്തരം പറയുള്ളൂ. അപ്പോഴേക്കും ഈ ചോദിച്ചവന് ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നും. അതൊരു വിദ്യയാണ്. അപ്പോൾ മുനീന്ദ്രരൊന്നും മിണ്ടിയില്ല. വീണ്ടും വീണ്ടും തിടുക്കവേ ആ മട്ട് അവജ്ഞയാലുള്ളം ജലിച്ചോതി മഹർഷിമാർ. മഹർഷികൾ കുറച്ച് ദേഷ്യം വന്നു അവർക്ക്. ഓഹോ, നിങ്ങൾക്ക് ഞങ്ങളേനെ പരിഹസിക്കാൻ കിട്ടിയുള്ളൂ എന്നാണ് അതിൻ്റെ ദ്വയം. മുനിമാരൊന്നും മിണ്ടിയില്ല. വീണ്ടും വീണ്ടും തിടുക്കവേ ആ മട്ട് അവജ്ഞയാലുള്ളം ജ്വലിച്ചോതി മഹർഷികൾ. എന്താ പറഞ്ഞത് അവർ?
കേട്ടേ കഴിയൂ എന്നുണ്ടെന്നായിൽ ഞങ്ങൾ ഉരച്ചിടാം. അത്ര നിർബന്ധമാണോ നിങ്ങൾക്ക്? എന്നാൽ ഞങ്ങൾ പറയാം. എന്താ പറയാനുള്ളത്? ഇരുമ്പുലയ്ക്കയാം. ആൺകുട്ടി പെൺകുട്ടി എന്നല്ല, ഒരു ഇരുമ്പുലയ്ക്കയാണ് പ്രസവിക്കുക. അപ്പോൾ ഇരുമ്പുലയ്ക്കയാം വംശം മുടിക്കും അത് നിശ്ചയം. നിങ്ങളുടെ വംശത്തെ മുടിക്കാൻ പ്രാപ്തിയുള്ള ഒരു ഇരുമ്പുലയ്ക്കാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. മുഖം വാടി വിറച്ചും കൊണ്ടുടൻ താൻ അവരെ വരും സാമ്പൻ്റെ വയറിൽ വസ്ത്രക്കെട്ടു പെട്ടെന്നഴിക്കവേ. ഇത് കേട്ടിട്ട് ഈ ഋഷീശ്വരന്മാർ വേറെ വഴിക്ക് പോയി. ഈ മരച്ചോട്ടിലുള്ള സാമ്പൻ്റെ അടുത്ത് എത്തി. അവർ ധൃതിയിൽ ഈ വയറ്റിൽ എന്തൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് അഴിച്ചു. ആ കിടക്കണം ഒരു ഇരുമ്പുലയ്ക്ക. ആലോചിച്ച് നോക്കണം. അപ്പോൾ വാളെടുത്തവൻ വാളാൽ എന്നൊരു ചൊല്ലുണ്ട്. ഈ ചൊല്ലൊന്നും തെറ്റില്ല, ആരുടെ മക്കളായാലും ശരി. കാരണം ഭഗവാന്റെ ഇച്ഛയെ ടോർപ്പിഡോ വയ്ക്കാൻ ആർക്കും സാധിക്കില്ല. അത് സംഭവിക്കും, മനസ്സിലായില്ലേ? അപ്പോൾ പറഞ്ഞു, സാമ്പൻ്റെ വയറ്റിൻ വസ്ത്രക്കെട്ടു പെട്ടെന്നഴിക്കവേ വീണാൻ നിലത്തേക്കൊരിരുമ്പുലയ്ക്ക പുതുമാതിരി ഭാഗ്യം കെട്ടുള്ളൊരു നമ്മളെന്താണ് ചെയ്തതത്ഭുതം. നമ്മൾ ഭാഗ്യം കെട്ടവരാണോ? അല്ലെങ്കിൽ ഇങ്ങനൊരു അനർത്ഥം ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. വീണാൻ നിലത്തേക്കൊരിരുമ്പുലയ്ക്ക പുതുമാതിരി ഭാഗ്യം കേട്ടുള്ളൊരു നമ്മളെന്താണ് ചെയ്തതത്ഭുതം. വന്ദിക്കേണ്ടോരെ വന്ദിക്കാതിരുന്നാൽ തന്നെ പാപമാം. വലിയൊരു ഉപദേശമാണത്. ഇതേപോലെ ആയിരം ഉപദേശങ്ങളുണ്ട് ഭാഗവതത്തിൽ. ആർക്ക് വേണം അല്ലേ? എനിക്ക് വേണം, അതുകൊണ്ട് ഞാൻ പറയണു. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ സശ്രദ്ധം കേൾക്കുക. എനിക്കത്രേ റിക്വസ്റ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഈ ഭാഗവതത്തിലുള്ളത് കേട്ടുകൊണ്ട് തെറ്റൊന്നും വരില്ല. മാത്രമല്ല എല്ലാവിധ ശ്രേയസ് ഉണ്ടാവുന്ന ഞാനാണ്. ഉദാഹരണത്തിന് ഞാനിത് നിഷ്കാമകർമ്മമായിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. ഇനി അതും വേണമല്ലോ പറയാം. ഇതുകൊണ്ട് മലമറിക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല, വിചാരിക്കില്ല. പക്ഷേ ഭഗവാൻ മലയല്ല, പർവ്വത നിരനെ മറിച്ച് തന്നു എനിക്ക്. സാധാരണക്കാരന് എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഭഗവാൻ എന്നെ വളർത്തി വലുതാക്കി ഒരു പോർളയേൽക്കാതെ കൊണ്ടു നടക്കണം. ഞാൻ എത്ര നമസ്കരിച്ചാലും മതിയാവില്ല അദ്ദേഹത്തിൻ്റെ കരുണാകടാക്ഷത്തിന്. അതുകൊണ്ടാണ് പറഞ്ഞത്, വന്ദിക്കണ്ടോരെ വന്ദിക്കാതിരുന്നാൽ തന്നെ പാപമാം എന്നിരിക്കവേ നിന്ദിച്ചുപോയല്ലോ യദുവര്യർ നാം. യദുക്കളിൽ കേമന്മാരായ നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കേണ്ടതിനു പകരം മറ്റുള്ളവരുടെ പാപവാക്കുകളാണല്ലോ കേൾക്കേണ്ടി വന്നത്, ശാപവാക്കുകളാണല്ലോ കേൾക്കേണ്ടി വന്നത്. അങ്ങനെയായിട്ട് വിഷമിച്ചു വരും. എന്നിട്ടോ നാലാൾ കേൾക്കുകയിൽ എന്തോതും. അതാണ്, നാലാൾ കേട്ടാൽ എന്താ പറയുക? ശ്രീകൃഷ്ണൻ്റെ മക്കൾക്ക് ഇത്ര ബുദ്ധിയില്ലാതെ കണ്ടായോ ചോദിക്കില്ലേ? നാലാൾ കേൾക്കുകയിൽ എന്തോതും നമ്മളെപ്പറ്റി മന്നതിൽ ഈ വണ്ണം എത്രയും പശ്ചാത്താപത്തോടെ സമസ്തരും. ഇതിനെ കൂട്ടുനിന്ന് എല്ലാവരും കൂടി ഉലക്കയും എടുത്തും കൊണ്ടണഞ്ഞു നിജമന്ദിരം. ഭഗവാന്റെ, അതായത് ഉഗ്രസേന മഹാരാജാവിൻ്റെ സഭത്തിലെത്തിയവർ ഉലക്കയും എടുത്തും കൊണ്ടണഞ്ഞു നിജമന്ദിരം. ഉഗ്രസേന സദസ്സിങ്കൽ ഉര ചെയ്താരിതൊക്കെയും. ഇവിടെ വലിയൊരു കാര്യം നടന്നിട്ടുണ്ട്. അത് എന്താണെന്നുള്ളത് അടുത്ത ശ്ലോകം വായിച്ചിട്ട് ഞാൻ പറയാം. സാധാരണ എന്തുണ്ടെങ്കിലും ഉഗ്രസേനൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചിട്ടേ ഒരു തീരുമാനത്തിലെത്തുള്ളൂ. പക്ഷെ ഇവിടെ ഈശ്വരേച്ഛ എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു കാരണവശാലും ശ്രീകൃഷ്ണനെ അറിയിക്കണ്ട എന്നൊരു തീരുമാനത്തിലെത്തി. അതാണ് വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറയാൻ കാരണം. അപ്പോൾ ഈശ്വരന് തെറ്റില്ല, അതല്ലേ, ഈശ്വരനൊന്നും അറിഞ്ഞിട്ടില്ല എന്നാ പരമശൈലേ ഉലയ്ക്ക്. അപ്പോൾ പറഞ്ഞു ഉഗ്രസേന സദസ്സെങ്കിൽ ഉര ചെയ്ത അതൊക്കെയും ഞാൻ എൻസർക്കിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ശ്ലോകം 47. അതെന്താന്ന് വായിച്ചാൽ നമുക്ക് എൻ്റെ ഗരിമ മനസ്സിലാവും. സർവേശ്വരൻ്റെ മുമ്പാകെ നേരിട്ടതറിയിക്കുവാൻ തോന്നിയിലൊരാൾക്കും പാർത്തട്ടിൽ വിധി മാറ്റിയിടുവാൻ പണി.
ഇത് നമ്മളെപ്പോൾ പഠിക്കണം? 6, 8, 10, 12 വയസ്സിൽ പഠിച്ചിരിക്കണം. വിധിനെ മാറ്റാൻ പറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ 75% സമയം നമ്മൾക്ക് ലാഭിക്കാം, ധനം സമ്പാദിക്കാം. അതായത് തെറ്റായ വഴിക്ക് ധനം ചെലവ് ചെയ്യില്ല, തെറ്റായ വഴിക്ക് സമയം ചെലവഴിക്കില്ല. ഇപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞവരൊക്കെ സമയം ഉണ്ടാവും. കാരണം എന്താ? പ്രിയോറിറ്റൈസ് ചെയ്യാൻ അറിയണം. എന്തിനാണ് സമയം? എല്ലാവർക്കും 24 മണിക്കൂറാണ്. അപ്പോൾ എന്തിനാണ് പ്രിയോറിറ്റി കൊടുക്കേണ്ടത്? ഈശ്വര വചനങ്ങൾ ഹൃദ്യസ്ഥാക്കാൻ സമയം ചെലവാക്കിയിട്ടില്ലെങ്കിൽ അത് നമ്മൾക്കൊരു പാരയായിട്ട് വരും. സർവേശ്വരൻ്റെ മുമ്പാകെ നേരിട്ടതറിയിക്കുവാൻ തോന്നിയിലൊരാൾക്കും പാർത്തട്ടിൽ വിധി മാറ്റിയിടുവാൻ പണി. വിപ്രാവജ്ഞ ജനിപ്പിച്ച വിപ്രന്മാരുടെ അവജ്ഞ ജനിപ്പിച്ച മുസലം കണ്ടു സർവരും വിളർത്തുമുഖം അന്യോന്യം നോക്കി മിണ്ടാതെ നിൽക്കവേ ഒരു പരിഹാരം കാണാൻ സാധിക്കണില്ല. അപ്പോൾ ഈ തമ്മിൽ മുഖം നോക്കുക, ഈ ഇരുമ്പൊലക്കേൽക്കൊന്ന് നോക്കും. അങ്ങനെ വിപ്രാവജ്ഞ ജനിപ്പിച്ച മുസലം കണ്ടു സർവരും വിളർത്തുമുഖം അന്യോന്യം നോക്കി മിണ്ടാതെ നിൽക്കവേ ഉടൻ തന്നെ പൊടിപ്പിച്ചു കടലിൽ കൊണ്ടൊഴുക്കുവാൻ. ഉഗ്രസേന മഹാരാജാവ് ഒരു തീരുമാനത്തിലെത്തി. ഒരു കാര്യം ചെയ്യാം, എല്ലാവരും ഒന്ന് കണഞ്ഞ് പരിശ്രമിച്ചിട്ട് ഈ ഒലയ്ക്കൊന്ന് രാവി പൊടിയാക്കിയിട്ട് സമുദ്രത്തിൽ കലക്കാൻ പറഞ്ഞു. അവിടുന്നാണ് ഒരു പ്രോവർബ് ഉണ്ടായി, കായം കടലിൽ കലക്കിയിട്ട് കാര്യമില്ല എന്നർത്ഥം. കായം കടലിൽ ഉപ്പുവെള്ളത്തിൽ കലക്കിയാൽ അതിന് മണമൊന്നും ഉണ്ടാവില്ല. അത് അന്ന് മുതൽക്ക് തുടങ്ങിയതാ. എവിടെ ചോദിക്കരുത് കേട്ടോ, ഞാൻ പറയൂ, കേട്ടാൽ മതി. അപ്പോൾ ഉടൻ തന്നെ പൊടിപ്പിച്ചു കടലിൽ കൊണ്ടൊഴുക്കുവാൻ യദുരാജാജ്ഞയാൽ ചെയ്താരവർ ആവിധം മന്നതിൽ. അതേപോലെ രാജാവ് പറഞ്ഞ പോലെ ചെയ്തു. ശേഷിച്ച ശകലം മത്സ്യം വിഴുങ്ങി, ചെറിയൊരു ശകലം ബാക്കിയുണ്ടായിരുന്നു രാവാൻ പറ്റാത്തത്, അത് കടലിൽ എറിഞ്ഞു. അത് രാജാവ് പറഞ്ഞിട്ടല്ല, ധ്വനി അതാ. ഇത് രാവി പൊടി കലക്കാനല്ലേ പറഞ്ഞത്. അപ്പോൾ ബാക്കി വന്ന ഒരു കഷ്ണം വെള്ളത്തിലേക്ക് എറിഞ്ഞു. മത്സ്യം വിഴുങ്ങി അത് മുക്കുവൻ കണ്ടെടുത്തേകി വേടൻ്റെ ശരാഗ്രത്തിൽ തലപ്പുമായി. അതൊരു മുക്കുവൻ, ആ ഒരു മീനിനെ കെട്ടി മുക്കുവൻ അത് കണ്ടു. ആ മത്സ്യത്തിനെ പാകം ചെയ്യുമ്പോൾ അതാ വയറ്റിലൊരു ചെറിയൊരു ഇരുമ്പ് കഷ്ണം. എന്നപ്പോൾ നമ്മുടെ അയൽവക്കക്കാരനൊരു വേടനുണ്ടല്ലോ, അയാൾക്കൊരു ശരമുണ്ടാക്കാൻ ഇത് ഉപകരിക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം അതൊരു ശരത്തിൻ്റെ മൊനയാക്കി വെച്ചു. അതാണ് പിന്നീട് ഭഗവാന്റെ തിരുപാദപത്മത്തിൽ ഭഗവാൻ പത്മാസനത്തിൽ ഇരിക്കുമ്പോൾ ഭഗവാനെ പുറങ്കാല് കണ്ട് ഒരു മാനിൻ്റെ തലയാണെന്ന് തെറ്റിദ്ധരിച്ചു. ക്ഷമാപണമൊക്കെ ചെയ്തു. വേടൻ പറഞ്ഞു, എൻ്റെ ഇച്ഛയാണ് നടന്നത്, ഞാൻ മനസ്സിൽ സങ്കല്പിച്ചു, നീ അത് എക്സിക്യൂട്ട് ചെയ്തു, നിനക്കതിൽ പാപമില്ല, എന്നാ സ്വർണ്ണരഥം വരണം, കയറിക്കോളൂ സ്വർഗത്തേക്ക് പറഞ്ഞു അത്രേ. അതാണ് കാര്യം. രാഗിപ്പൊടിച്ച പൊടികൾ ആഴിക്കരയിലാകവേ മൂർച്ച പൂണ്ടേരക പുല്ലായി മുളച്ചങ്ങനെ നിൽക്കയായി. അപ്പോൾ ഈ രാവി പൊടി കലക്കില്ലോ, അതൊക്കെ കരയിൽ അണഞ്ഞു. അതൊക്കെ ഏരക പുല്ലുകളായിട്ട് വളർന്നു. രാഗിപ്പൊടിച്ച പൊടികളാഴിക്കരയിലാകവേ മൂർച്ച പൂണ്ടേരക പുല്ലായി മുളച്ചങ്ങനെ നിൽക്കയായി. എങ്ങെങ്ങും താനൊക്കെയും കണ്ടറിഞ്ഞും കൊണ്ടേമേവും കേവലൻ ചിൽസ്വരൂപൻ ചിതാകാശഗുഹയിൽ വിരാജിക്കുന്ന ചൈതന്യം. എങ്ങെങ്ങും താനൊക്കെയും കണ്ടറിഞ്ഞും കൊണ്ടേമേവും കേവലൻ ചിൽസ്വരൂപൻ ശാപം നീക്കാൻ എത്രയും കൽപ്പിയെന്നും
കാലാത്മാവാം ഈശ്വരൻ മോദമാർന്നാൻ. ആ ശാപത്തിനെ ഇല്ലായ്മ ചെയ്യാൻ കഴിവുള്ള ഭഗവാൻ കാര്യങ്ങളുടെ നടത്തിപ്പിന് വേണ്ടിയിട്ട് ഞാൻ വിചാരിക്കുന്ന കൂട്ടത്തിൽ കാര്യങ്ങളൊക്കെ വന്നു, നന്നായി, അങ്ങനെയുണ്ടായത്, നന്നായി എന്ന് പറഞ്ഞു, മനസ്സിൽ വിചാരിച്ചു. മോദമാർന്നാണ്, സന്തോഷിച്ചു എന്നാണ് പറഞ്ഞത്, മനസ്സിലായില്ലേ? ഇത് ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശനെ ഉപാസനാകാണ്ഡേ പ്രഥമ സർഗ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. രണ്ടാം സർഗം, ഉപാസനാകാണ്ഡത്തിൽ രണ്ടാം സർഗം, വസുദേവ നാരദ സംവാദം. വസുദേവര് നാരദനോട് സംവാദം ചെയ്യുന്ന ഭാഗം. കാർവർണ്ണൻ കാത്തുപോന്നീടും ദ്വാരകാ രാജധാനിയിൽ. കഥ പറയാണ്. കാർവർണ്ണൻ കാത്തുപോന്നീടും ദ്വാരകാ രാജധാനിയിൽ ഉറച്ചുവാണാൻ ദേവർഷി കൃഷ്ണോപാസനകാംക്ഷയാൽ. കൃഷ്ണനെ ഉപാസന ചെയ്യാനുള്ള താല്പര്യം കൊണ്ട് ദ്വാരകാവതിയിൽ കുറച്ച് ദിവസം താമസിക്കാൻ തീരുമാനിച്ചു. ബ്രഹ്മാദ്യർ പോലും എന്നെന്നും ഭജിക്കും ഭഗവത്പദം. ഈ ഭഗവത്പദം, ഭഗവത് പാതാരവിന്ദത്തിൻ്റെ സ്വഭാവം എന്താ? എന്നെന്നും ബ്രഹ്മാദിദേവന്മാർ മുറയ്ക്ക് ഭജിക്കും ഭഗവത്പദം. ബ്രഹ്മാവ്, പരമശിവൻ, ഇന്ദ്രൻ മുതലായിട്ടുള്ളവർ സദാസേവ്യ എന്ത് ശ്രീമദ് ഭഗവാന്റെ തിരുപാദപത്മങ്ങൾ ആർത്തന്നെയോർക്ക കേടറ്റ ശരീരാദികളാർന്നവൻ. ആർത്തന്നെ ഓർക്ക, ആരും ഓർക്കാതിരിക്കില്ല. ഏതിനെ? കേടറ്റ ശരീരാദികളാർന്നവൻ. ശരീരാദികൾ കേടറ്റ ശരീരാദികളാർന്നവൻ, കേടില്ലാത്തവർ, അതായത് തന്തുരുസ്തി ഉള്ളവരെന്നർത്ഥം. ശമാധി ഗുണസമ്പത്തി വേണ്ട വിശ്വൈകനാഥനെ ഉപാസിപ്പതിനാകാംക്ഷ ഉളവായില്ലതേ മതി. ആകാംക്ഷ ഉണ്ടായാൽ മതി. ഭഗവാനെ ഉപാസിക്കണം, ഭഗവാനെ ഉപാസിക്കണം എന്ന് വിചാരിച്ചാൽ ഭഗവാനെ ഉപാസിക്കാനുള്ള സന്ദർഭം കിട്ടും. ഇപ്പോൾ ഞാനങ്ങനെയാണ്. അതിന് ഞാനൊരു ടിപ്പ് തരാം. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛനും പട്ടാമ്പിയിൽ ഉദയവർമ്മൻ പറഞ്ഞിട്ടൊരു വക്കീലുണ്ടായിരുന്നു. അദ്ദേഹം ക്ഷത്രിയനാണ്, ഉദയവർമ്മൻ. അദ്ദേഹത്തിന് അച്ഛൻ തിരുമുൽപ്പാട കേമനാണ്. അപ്പോൾ എനിക്കൊരു 6-7 വയസ്സ് പ്രായം ഉണ്ടാവും. ഇദ്ദേഹം മേലെ പട്ടാമ്പിന്ന്, അദ്ദേഹം ഹൈസ്കൂളിൻ്റെ അടുത്താണ് താമസം. ഈ ഉദയവർമ്മൻ സാറിന് പറയണം. അദ്ദേഹം എന്നെക്കാളിലൊക്കെ എത്രയോ പ്രായം ചെന്ന ആളാണ്. ഞങ്ങളുടെ ഈ പടിഞ്ഞാറേമഠം ദേവസ്വത്തിന് വേണ്ടിയിട്ട് ഫീസ് വാങ്ങാണ്ട് കേസ് നടത്തിയിട്ടുള്ള ഒരാളാണ്. ഞാനിത് പറഞ്ഞത് 1973 മുമ്പത്തെ കാര്യങ്ങളാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ഒരു വിചാരധാര, എന്താണ് ഇവർ തമ്മിൽ പറയണത്? ഒന്ന് എൻ്റെ അച്ഛൻ, ഒന്ന് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ. പിന്നെ കുറച്ച് കാലം കഴിയുമ്പോഴേക്കും മനസ്സിലായി രാമായണവും ഭാഗവതും ആണ് സബ്ജക്റ്റ്. അതിൽ പല പല നല്ല നല്ല ഭാഗങ്ങൾ എടുത്ത് ഇങ്ങനെ വലസും രണ്ടാൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഇവർ പൊതുവെ സമൂഹത്തിൽ ബഹുമാന്യരാവ കാരണം അന്ന് എൻ്റെ കൊച്ചു മനസ്സിൽ ഒരു ധാരണയുണ്ടായി, ഇവരെ പോലെ രാമായണവും ഭാഗവതും പഠിച്ചാൽ തർക്കമില്ല, എന്നാലല്ലേ നന്നായിട്ട് ഇങ്ങനെ വർത്തമാനം പറയാൻ പറ്റുള്ളൂ. സത്യത്തിൽ അതൊരു ദൃഢനിശ്ചയമായിരുന്നു. സംഭവതി അത് അങ്ങനെ ഞാൻ 73 ജൂൺ 13 ഈ പട്ടാമ്പി ട്രസ്റ്റിഷിപ്പ് ഡ്യൂ ടു സം ഫാമിലി കമ്പൽഷൻ ഹിന്ദു റിലീജിയസ് എൻഡോമെൻറ്റ് ബോർഡിന് സറണ്ടർ ചെയ്യണം. അങ്ങനെ ഒരു ഫിറ്റ് പേഴ്സണൊക്കെ വെച്ചു ഞങ്ങൾ അത് ബോർഡിന് വിട്ടു. പിന്നെ ഞാൻ 73 കഴിഞ്ഞു. 74 ഒക്ടോബർ ആകുമ്പോഴേക്കും അച്ഛൻ ഇഹലോകവാസം മുടിഞ്ഞു. പിന്നെ ഉദരനിമിത്തം ബഹുകൃത വേഷം ഞാൻ ബോംബെക്ക് പോയി. ഒരു 11 മാസം ബോംബെയിൽ, പിന്നെ തിരിച്ചു പോന്നു. പിന്നെ
അല്ല, അത് 71-ലാണ്, അല്ല സോറി, അതെ 71-ലാണ് 70-ൻ്റെ അവസാനം പോയത്. പിന്നെ ഈ ബംഗ്ലാദേശ് വാറുള്ളപ്പോൾ ഞാൻ ബോംബെയിലുണ്ട്, ബ്ലാക്ക് ഔട്ടും കാര്യങ്ങളും. പിന്നെ മടങ്ങി വന്നിട്ടാണ് സംഭവബഹുലമായിട്ട് അച്ഛനെ ഹെൽപ്പ് ചെയ്യണതും ഈ ലിറ്റിഗേഷൻ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമൊക്കെ. അങ്ങനെയാണ് 73-ൽ ഈ ട്രസ്റ്റിഷിപ്പ് ബോർഡിന് കൊടുത്തു. 74 ഒക്ടോബർ 9-ന് അച്ഛൻ മരിച്ചു. 75 മാർച്ച് 3-ാം തീയതി ഞാൻ ബോംബെക്ക് രണ്ടാമത് വണ്ടി കയറി. പിന്നെ ചരിത്രമാണ്. എങ്ങനെയൊക്കെയോ IIT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ സ്റ്റെനോഗ്രാഫറായി. 95-ൽ ഞാൻ എൻ്റെ ആധ്യാത്മിക ഗുരു ചെറുശ്ശേരിൽ R കരുണാകരൻ പിള്ള സാറിനെ കണ്ടുമുട്ടുന്നു. അത് വലിയൊരു എന്താ പറയുക, പ്രസ്താവനയല്ല, പ്രസ്ഥാനമായിട്ട് മാറി. അങ്ങനെയാണ്. അപ്പോൾ ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും. അപ്പോൾ എന്താ ആഗ്രഹം? അത് സഫലമാവാൻ ആഗ്രഹിച്ചാൽ നടക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ശമാധി ഗുണസമ്പത്തി വേണ്ട, വിഷയികനാഥനെ ഉപാസിപ്പതിന് ആകാംക്ഷ ഉളവാകിൽ അതേ മതി. താല്പര്യം ഉണ്ടായാൽ മതി എന്നാ. നമ്മൾക്ക് താല്പര്യം ഉണ്ടായാൽ പിന്നെ ഭഗവാൻ അതിനുള്ള ചട്ടക്കൂട് ഫ്രെയിം ചെയ്ത് തരികയായി. ആ മട്ടിൽ അഖിലാത്മാവാം നാഥനെങ്ങും വിളങ്ങവേ. ഭഗവാൻ എല്ലാ സ്ഥലത്തും ഉണ്ട്, ഇന്ന ഗുരുവായൂർ മാത്രമല്ല, എല്ലാ സ്ഥലത്തും ഉണ്ട്. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം കാലം, ദേശം, ഭാഷ ഇതൊന്നും ബാധകമല്ല. ആ മട്ടിൽ അഖിലാത്മാവാം നാഥനെങ്ങും വിളങ്ങവേ, വെറും തുച്ഛങ്ങളിൽ തന്നെ മർത്യൻ മോഹിപ്പതത്ഭുതം. അപ്പം ഈശ്വരനെ സ്മരിച്ചാൽ ഈശ്വരൻ പ്രത്യക്ഷവും, ഈശ്വരൻ വേണ്ടതൊക്കെ ചെയ്തു തരും. അതിന് മെനക്കെടാതെ കണ്ട്, ഹേ മനുഷ്യ, നീ ലോട്ടറി ടിക്കറ്റ് കൊടുത്ത് വിളക്ക് വെക്കണോടുത്ത് പ്രാർത്ഥിച്ചിട്ട് ദുഃഖിക്കണേക്കാളും നല്ലത് ഒരു ഭാഗവതം രാമായണം വാങ്ങി വായിക്കാൻ പഠിക്കൂ. വളരെ സിമ്പിളാണ്. അപ്പോൾ വെറും തുച്ഛങ്ങളിൽ തന്നെ മർത്യൻ മോഹിപ്പതത്ഭുതം, ജന്മമൃത്യുജരാവ്യാധി ദുഃഖം ഓർമ്മിച്ചു പിന്നെയും അല്ലേ? ജന്മം, ജനിക്കുക, മരിക്കുക, ജരാവ്യാധി ദുഃഖമോർമ്മിച്ചു പിന്നെയും ഭജിക്കായ്വതോ ദൗർഭാഗ്യമെന്നല്ലാതെ എന്തു ചൊല്ലുവാൻ. അതായത് ഭഗവാനെ സ്മരിക്കുക, ഭഗവാനെ ധ്യാനിക്കുന്നതിന് പകരം, ഭഗവാനെ ഉപാസിക്കുന്നതിന് പകരം ജനനമരണങ്ങളെ പറ്റിയിട്ടും ജരാവ്യാധികളെ പറ്റിയിട്ടും കോണ്ടംപ്ലേറ്റ് ചെയ്തിട്ട് ദുഃഖം അനുഭവിക്കണേക്കാട്ടിലും നല്ലത് ധർമാർത്ഥകാമ മോക്ഷം തരാൻ കഴിവുള്ള ഭഗവാന്റെ പ്രസ്ഥാനങ്ങളായിട്ട് ബന്ധപ്പെടില്ലേ? അതാണ് സത്സംഗം. ഭഗവാനെ സ്വന്തമാക്കാനുള്ള പ്രസ്ഥാനങ്ങളാണ് സത്സംഗം. സത്സംഗം കിട്ടിയാൽ പിന്നെ രക്ഷപ്പെട്ടു, മനസ്സിലായില്ലേ? അപ്പോൾ ഒരു നാളം മഹാഭക്തോത്തമനാം ദേവമാമുനി, അതായത് നാരദരൻ, ഒരു നാൾ ആ മഹാഭക്തോത്തമനാം ദേവമാമുനി വസുദേവഗൃഹത്തിങ്കൽ ചെന്നാൻ കാരുണ്യവാരിധി. സംഗതി വശാൽ എന്താ പറയുക, ഈ ദേവികീദേവിയുടെ ഭർത്താവ് വസുദേവരുടെ ഇവിടേക്ക് എത്തി. ഒരു നാളാ മഹാഭക്തോത്തമനാം ദേവമാമുനി വസുദേവഗൃഹത്തിങ്കൽ ചെന്നാൻ കാരുണ്യവാരിധി. എത്രയും സംഭ്രമം പൂണ്ടു യദുവര്യൻ മഹർഷിയെ നമസ്കരിച്ചു പൂജിച്ചാൻ ആനന്ദാകുലമാനസൻ. ഭഗവാനെ സ്മരിക്കാൻ തുടങ്ങിയാൽ തന്നെ ആനന്ദം അണപൊട്ടി ഒഴുകയി. ആനന്ദം, പരമാനന്ദം, ചിന്മയാനന്ദം, സച്ചിദാനന്ദം, അല്ലേ? അപ്പോൾ എന്നിട്ട് പറയണു, ഏതേത് തിഥിയിൽ പോലും ദേവനിൽ പോലെ പൂജനം ചെയ്തു കൊള്ളേണമെന്നല്ലോ ചൊൽവതേതു നാട്ടിലും. ഏത് നാട്ടിൽ പോയാലും ഈശ്വരനെ പൂജിക്കാൻ ഒരു പ്രത്യേകം തിഥി വേണ്ട, എപ്പോൾ വേണമെങ്കിലും ഈശ്വരനെ പൂജിക്കാം. ഇത് മനസ്സിലാക്കണം. പറഞ്ഞു ഏതേത്
തിഥിയിൽ പോലും ദേവനിൽ പോലെ പൂജനം ചെയ്തു കൊള്ളേണമെന്നല്ലോ ചൊൽവതേതു നാട്ടിലും. ആ നിലയ്ക്ക് എത്രയും ബ്രഹ്മാത്മജനെ സ്വയം ആ നൃപൻ ആരാധിച്ചുള്ളതെന്നാളെന്നുര ചെയ്തിടുവാൻ പണി. ആ നിലയ്ക്ക് എത്രയാം ബ്രഹ്മാത്മജൻ, അത് ബ്രഹ്മാവിൻ്റെ ആത്മജൻ എന്ന് പറഞ്ഞാൽ നാരദരെ സ്വയം ആ നൃപൻ ആരാധിച്ചുള്ളതെന്നാളെന്നുര ചെയ്തിടുവാൻ പണി. ഋഷിവര്യനോട് ഈ വണ്ണം വസുദേവൻ മാശയൻ കൈകൂപ്പി വിനയത്തോടെ ചൊല്ലിനാൻ മെല്ലവേ. അപ്പോൾ പിന്നെ ഏതായാലും വന്നു, അദ്ദേഹത്തിൻ്റെ കൈകാലൊക്കെ കഴുകി പൂജിച്ചു, പിന്നെ മധുപർക്കം കൊടുത്തു അല്ലേ. ആ ഷോഡശ സംസ്കാര പ്രകാരം അദ്ദേഹത്തിനെ സന്തോഷിച്ചിട്ട് കൈകൂപ്പി വിനയത്തോടെ ചൊല്ലിനാൻ മെല്ലവേ. എന്താ പറഞ്ഞത്? അവിടുന്ന് അലിവാർന്ന് ഈ മട്ടെഴുന്നള്ളിയതോർക്കുകയിൽ. സാധാരണക്കാരുടെ വീട്ടിൽ ഒന്നും അങ്ങനെ നാരദർ കയറി പോവില്ല. ഏത് വീട്ടിലാണ് കയറിപ്പോയത്? അവർ ഭക്തന്മാരായിരിക്കും. ഭഗവാന്റെ ഭക്തന്മാരാവും. ആ ഭക്തന്മാരൊക്കെ ഇൻഡയറക്റ്റോ ഡയറക്റ്റോ ആയിട്ട് അനുഗ്രഹിക്കാനുള്ളൊരു സന്ദർഭം നോക്കിയിട്ടാവും അദ്ദേഹം പോവുക. അതുകൊണ്ട് കൈകൂപ്പി വിനയത്തോട് ചൊല്ലിനാൻ മെല്ലവേ അവിടുന്ന് അലിവാർന്ന് ഈ മട്ടെഴുന്നള്ളിയതോർക്കുകിൽ മംഗളങ്ങൾക്കെഴും വാതിൽ തുറന്നേകിയതാം പ്രഭു. എന്തോ എനിക്ക് ഒരു സത്കർമ്മം ചെയ്യാനുള്ള സന്ദർഭമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കണം. നിങ്ങളാൽ ചിലർ തൻ പേരെന്നോർത്താൽ പോലും കൃതാർത്ഥനാം. ഈ ഋഷീശ്വരന്മാരുടെ 10 ആളുടെ പേര് ഇടയ്ക്കൊന്ന് ഓർമ്മ വെക്കുന്നത് നല്ലതാണ്. ഏതെങ്കിലും 10 ഋഷീശ്വരന്മാർ. കാരണം എന്താ? അവരൊക്കെ എന്താണെന്നാ പറയുക, പലതരത്തിലുള്ള മന്ത്രങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള ആൾക്കാരാണ്. ആ മന്ത്രങ്ങളുടെ പ്രഭാവം നമ്മളിലുണ്ടാവും. അങ്ങനെയാണ്. അപ്പോൾ മംഗളങ്ങൾക്കെഴും വാതിൽ തുറന്നേകിയതാം പ്രഭോ. നിങ്ങളാൽ ചിലർ തൻ പേരെന്നോർത്താൽ പോലും കൃതാർത്ഥനാം. അതായത് ഭഗവാന്റെ പേര് ഈ ഋഷീശ്വരന്മാരുടെ പേര് ആലോചിക്കാതെ പറഞ്ഞാൽ അത് തന്നെ വലിയ കാര്യമെന്നാണ് പറഞ്ഞത്. നിങ്ങളാൽ ചിലർ പേരെന്നോർത്താൽ പോലും കൃതാർത്ഥനാം. മനുഷ്യൻ ആ നിലയ്ക്ക് ഇത്ര കൃപയേണ്ടുക കാരണം. അതായത് ഈശ്വരൻ്റെ കൃപയ്ക്ക് പാത്രീഭൂതനാവാൻ സാധിക്കുന്നവർക്കാണ് സാധാരണ നിലയിൽ എന്ത് ചെയ്യാൻ സാധിക്കുക? ഋഷീശ്വരന്മാരായിട്ടുള്ള സത്സംഗം ഉണ്ടാവാൻ സാധിക്കുക. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവാനും ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നാളെ കാണാം. നമസ്കാരം.